ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ നിങ്ങൾക്കുണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഒരു എഗ് കുറുമ. അത് അതിൻ്റെ കറിക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സിനകം കറി റെഡി. അപ്പോൾ അതായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. ക്യാരറ്റ്, സവാള, കോളിഫ്ലവർ, പീസ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കും. അത് കൂടാതെ നമ്മളിതിൽ അരപ്പിനുള്ള ഘടകങ്ങളാണ്. ഇത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 2-3 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്ത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ വേണ്ടത് 2 മുട്ട, നെയ്യ്, 1 കപ്പ്. ഇത് ചാറ് കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് എടുക്കാം, അല്ലെങ്കിൽ 1 കപ്പിൻ്റെ ആവശ്യമില്ല. 1/2 കപ്പ് പാല്. ഈ പാലിന് പകരം വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം, മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാനുള്ളത് എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി അണ്ടിപ്പരിപ്പ്, പച്ചമുളക് അരിഞ്ഞത്, ഗരം മസാല, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇനി ഒരു 1/4 കപ്പ് വെള്ളം. അപ്പോൾ നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പോട്ടിൻ പോട്ടാണെന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കറിൻ്റെ അകത്ത് വെക്കാനുള്ള പാത്രമാണിത്. അതിൻ്റെ അകത്താണ് ഈ അരപ്പ് വെച്ചിരിക്കുന്നത്. മുട്ട 2 എണ്ണം നമ്മൾ ആദ്യമായിട്ട് നല്ലപോലെ കഴുകി എടുക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തൊക്കെ ചില വൃത്തികേടുകളൊക്കെ കാണും, അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം. ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രഷർ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. തീ കൊടുക്കാൻ വരട്ടെ. പ്രഷർ കുക്കറിൻ്റെ അകത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച്, ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ച്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ. സെക്കൻഡ് ലെയർ ഈ പച്ചക്കറികളൊക്കെ. അപ്പോൾ സെക്കൻഡ് ലെയർ ഈ പച്ചക്കറികളെല്ലാം ഇട്ട്. അപ്പോൾ ഈ പച്ചക്കറികൾ ടോട്ടൽ 3 കപ്പാണ്. 3 കപ്പ് പച്ചക്കറികൾ. സെക്കൻഡ് ലെയർ പച്ചക്കറി അരിഞ്ഞതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വേപ്പില ഇടാം, ഒരു 2 ഇതൾ വേപ്പില. ഇനി തേർഡ് ലെയർ അരപ്പരച്ചത് മുട്ട. അപ്പോൾ ഫസ്റ്റ് ലെയർ 1/4 കപ്പ് വെള്ളം, 2 ടേബിൾ സ്പൂൺ നെയ്യ്. രണ്ടാമത്തെ ലെയർ പച്ചക്കറികൾ അരിഞ്ഞത്. മൂന്നാമത്തെ ലെയർ 2 മുട്ട അരപ്പുണ്ടാക്കിയത്. നമ്മൾ പ്രഷർ കുക്കർ അടച്ച് നമ്മൾ ഇതൊക്കെ വെയിറ്റൊക്കെ ഇട്ട് ഇനി 3 വിസിൽ കേൾക്കുക. അത് കഴിഞ്ഞ് തന്നെത്താൻ അതിൻ്റെ എയർ മൊത്തം പോയിട്ട് നല്ല സ്റ്റീം മൊത്തം പോയി കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുക. 3 വിസിലായി. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. അടപ്പ് തുറക്കുമ്പോൾ നമ്മൾ മിക്കവാറും ആ വെള്ളം ചെറിയ രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. തിളക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സിമ്മിൽ കുറച്ച് നേരം കൂടെ ഇടുക. എന്നിട്ട് വേണം പാലൊക്കെ ഒഴിക്കാൻ. തുറന്നപ്പോഴിതുപോലെ ഇരിക്കുകയാണ്. ഇനി ആ മുട്ട ഒന്ന് പൊളിച്ചെടുക്കണം ആദ്യം. നമ്മൾ തുറന്നിട്ട് ഈ പോട്ട് അതിലുണ്ടായിരുന്ന അതെല്ലാം വെന്തിരിക്കുകയാണ്. അത് ഇനി ഇതിലോട്ട് ഇടുക. ആ മുട്ടയും ഒരു 4 മുറിച്ച് അതും ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുക. 1 കപ്പ് പാല് തിളപ്പിക്കാൻ വെക്കുക. തിളച്ച പാല് ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ പാല് തിളച്ച് കിട്ടിയിട്ടുണ്ട്, അതിലോട്ട് ഒഴിക്കുക. ഇനി നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്യുക.
പശുമ്പാലാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത് എങ്കിലും നമുക്ക് തേങ്ങാപ്പാൽ വേണേലും ഒഴിക്കാം. തീ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ഇറങ്ങി ഇച്ചിരിയുടെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണ്. അവസാനം വേണമെങ്കിൽ നമുക്ക് ഈ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയിലയൊക്കെ അരിഞ്ഞിടാവുന്നതാണ്. ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെക്കുക. അപ്പോൾ ആ മുട്ടക്കൊക്കെ ഉപ്പ് പിടിക്കണം. നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ പെട്ടെന്നുണ്ടാക്കുന്ന എഗ് കുറുമ റെഡിയായി. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.